ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഞ്ഞും ചെറിയൊരു വെയിലൊക്കെയുള്ള നല്ലൊരു ദിവസമായിരുന്നേ. അപ്പം അവിടെ സൂര്യനൊക്കെ വരുന്നുണ്ട്, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളേ. അപ്പോൾ രാവിലെ ഏട്ടൻ പോയി, ഏകദേശം 7 മണിയൊക്കെ ആയപ്പോൾ രാവിലെ ഏട്ടന് ചോറും കാപ്പിയൊക്കെ ആയിട്ട് ജോലിക്ക് പോയി. ഏട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി അത്യാവശ്യം ഒതുക്കലും പാത്രം കഴുകലും ഒക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ്. അപ്പോൾ ആ സമയം ഞാൻ പാട്ടൊക്കെ വെച്ചിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങാമെന്ന് ഓർത്തെ. ഇപ്പോൾ 2-3 പാത്രങ്ങളേ ഉള്ളൂ കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴുകി. അപ്പം രാവിലെ ചോറും കാപ്പിയൊക്കെ റെഡി ആയതുകൊണ്ട് പിന്നെ ചായ വെച്ച പാത്രം അങ്ങനെ 2-3 പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞെണീക്കുന്നതിന് മുന്നേ പാത്രം കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ ആൾ വഴക്കുണ്ടാക്കുവേ, അടുക്കളയിലേക്ക് ഇറങ്ങാനായിട്ട് വെള്ളമൊക്കെ ആയിരിക്കുമേ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളത്തിൽ കളിക്കാനൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുന്നേ ഞാൻ പാത്രം കഴുകാനുള്ളതും തുണി കഴുകാനുള്ളതൊക്കെ മാക്സിമം പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പം ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ കുഞ്ഞ് എണീറ്റായിരുന്നേ. അപ്പോൾ അവൾ എണീറ്റു. ഞാൻ അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ടാണ് ബാക്കി വന്ന് കഴുകിയതേ. അപ്പോൾ ചായ കൊടുത്തു. പിന്നെ ആൾ ടി വി വെച്ചിട്ടുള്ളതുകൊണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് 2-3 പ്രാവശ്യം വിളിച്ചു. അപ്പം അമ്മ ഇപ്പോൾ വരാം, പാത്രം കഴുകി വെച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വരും, വന്നിട്ട് പിന്നെയും തിരിച്ചു പോകും, അങ്ങനെയായിരുന്നേ. അപ്പോൾ പാത്രമെല്ലാം കഴുകി ഒതുക്കി. പിന്നെ സിങ്കും കൂടെ വൃത്തിയാക്കാമെന്ന് ഓർത്ത് അതും കഴുകി വെച്ചേ. അപ്പോൾ അതിൽ ടാപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഷവറിൻ്റേത് ഞാൻ നേരത്തെ കഴുകിയതായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇപ്പം കഴുകുന്നില്ല. അപ്പോൾ അതിൽ അധികം കരട് വന്ന് കിടപ്പില്ല. അപ്പോൾ അത്യാവശ്യം കരടുള്ളപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം സിങ്ക് നല്ലപോലെ വൃത്തിയാക്കി. പിന്നെ ഇനിയിപ്പം മോള് കാപ്പി കുടിച്ച് കഴിഞ്ഞുകൊണ്ട് ഇനി കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുവേ. അപ്പം തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിന് സോക്സൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കതക് തുറന്നപ്പോൾ മുകളിൽ ആകാശത്ത് ഒരു ചെമ്പരത്തി ഇങ്ങനെ വട്ടം കറങ്ങുന്ന കണ്ടു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറേ സമയം ഇങ്ങനെ കറങ്ങി പോയേ. അപ്പം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ക്രയോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് വട്ടം വരച്ചിട്ട് കുളങ്കര കളിക്കുമായിരുന്നേ. അപ്പോൾ അത് കളിക്കാമെന്നൊക്കെ പറഞ്ഞ് വട്ടം വരച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടുകാരി ഇല്ലേ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവർ പള്ളിയിൽ പോയേക്കുമായിരുന്നേ. അപ്പോൾ നമ്മുടെ തൊട്ട് താഴത്തെ വീട്ടിലെ കൊച്ചാണ്. അപ്പോൾ അവളില്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഞങ്ങൾ തന്നെയായിരുന്നേ. ക്രയോൺ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം വരച്ച് നടക്കുമായിരുന്നു തറയിൽ കൂടെ. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് വെയിൽ കുറവാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കൊണ്ടാണ് ഇന്ന് കളിയൊക്കെ ആയിട്ട് നടക്കുന്നത്. പിന്നെ മണ്ണൊക്കെ വാരി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇലയിലൊക്കെ വെച്ചിട്ട് കഞ്ഞിയും കറിയും ഒക്കെ കളിക്കുമായിരുന്നേ. അപ്പം ഇവിടുന്ന് അവിടെയെല്ലാം കുഴിയാക്കി വെച്ചു കേട്ടോ അവൾ. അപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പുറത്തിറങ്ങിയാൽ പിന്നെ കയറാൻ ഭയങ്കര മടിയാണ്. അപ്പം വെയിലായെന്ന് പറഞ്ഞാലും ചെറിയ തണുപ്പും മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സോക്സൊക്കെ ഇട്ട് കൊടുത്ത് ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പം വണ്ടിയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇറങ്ങിയാലും ഈ ഒരു ഏരിയ കൊണ്ടുള്ള കളിയൊക്കെ ഉള്ളൂ. അങ്ങ് അപ്പുറത്തെ സൈഡിലേക്ക് നല്ല വെയിലാണ്. അപ്പം ഈ ഒരു ഏരിയ കൊണ്ട് ഇവിടെ കൂട്ടുകാരിയൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കാറ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവർ രാവിലെ പള്ളിയിൽ പോയി. ഉച്ച സമയമൊക്കെ 1 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. ഏകദേശം 12:30 ആ ടൈമിൽ ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. കളിയൊക്കെ മതിയാക്കി കയറാമെന്നുള്ള സെറ്റപ്പിലായിരുന്നേ. കയറാനായിട്ട് വിളിച്ചാലും ഭയങ്കര മടിയാണ്, വരാനൊക്കെ മുറ്റത്തുനിന്ന് കയറാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഒരു തരത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് കയറിപ്പോകാം, പിന്നെ ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞ് കയറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും വണ്ടിക്കകത്തുനിന്ന് മിഠായിയാന്നൊക്കെ പറഞ്ഞ് എൻ്റെ കല്ലൊക്കെ പെറുക്കി എനിക്ക് കൊണ്ട് തന്നേ. എന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന് വടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ടൈമായി. ഇനി അകത്തേക്ക് കയറി ഭക്ഷണമൊക്കെ കൊടുക്കാമെന്നോർത്ത് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ മുകളിൽ വീണ്ടും ആ ചെമ്പരത്തി ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം കൂടെ കണ്ടു നിന്ന് ഞങ്ങൾ പതിയെ അകത്തേക്ക് കയറിയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.